അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളി. പത്ത് ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും. ഇവിടെ 10 ഇവിടെ 15 അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോളിടോ. എത്ര ദിവസം കൊണ്ടാ? 10. ബിയോ 15. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഇതിന്റെ രണ്ടിന്റെ LCM എത്രയാണ്? 15 ആയിരിക്കണം 10. ആൻസർ ഉണ്ടോ? 15 ആയിരിക്കണം 10. ആൻസർ ഉണ്ടോ? ഇല്ല, തെറ്റാണ്. അപ്പൊ അടുത്തെടുക്കാം. ഈ 15ന്റെ അടുത്ത ഗുണിത ഏതാ? 15ന്റെ അടുത്ത ഗുണിത 20. 30. 15 × 2 എത്ര വരാ? 30. 30/10 കറക്റ്റ് ആൻസർ ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്താണ്? 15 ആണ്, 30 ആണ് ഇതിന്റെ LCM. LCM കിട്ടിയില്ലേ? LCM 30. ഇനി എന്ത് ചെയ്യണം? 10നെ ഏത് കൊണ്ട് ഗുണിച്ചാ 30 ആവും നോക്കാം. ഏതുകൊണ്ടാ? 3. 10 × 3. ഇവിടെ 15നെ ഏത് കൊണ്ട് ഗുണിച്ചാലാ 30 ആവുക? 2. 15 × 2. ഇത് രണ്ടും പ്ലസ് ചെയ്യാം. 5. ഇതിനെ നേരെ എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. 30 ആയിരിക്കണം 5 പറഞ്ഞാല് 6. ക്വസ്റ്റ്യൻ കൂടി. ഇത് എത്ര ആള് വന്നാലും ഇങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ ഇവിടെ 2 ആള്. ഇനി ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ആളുണ്ടാവും? 3 ആളുണ്ടാവും. 2 ആള് മാറിയിട്ട് എത്ര ആള് വരും? 3 ആള് വരും. അപ്പൊ 3 ആള് LCM കാണണം. ഓക്കെ. അപ്പൊ ചിലപ്പോ 4 ആളുണ്ടാവും. അപ്പൊ എത്ര എന്ത് വേണം? 4 സംഖ്യന്റെയും കൂടി LCM കാണണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഓക്കെ. ഇത് രണ്ടുപേരും ഒരുമിച്ചാണ്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെയ്തത്. ഇനി പറയാം. ഇനി ഒരാൾ വന്നിട്ട് ഒരാൾ പോണുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാം. പെട്ടെന്ന് ചെയ്തോളി. A 4 ദിവസം കൊണ്ട്, B 12 ദിവസം കൊണ്ട്. A 4, B 12. ഓക്കെ. അപ്പോ A 4 ദിവസം കൊണ്ടല്ലേ? B എത്ര ദിവസം കൊണ്ടാ? 12. LCM എത്ര? ഇതന്നെയല്ലേ? 12/4. കറക്റ്റ് ആൻസർ ഇല്ലേ? അപ്പൊ ഇതെന്താണ്? LCM തന്നെയാണ് 12. LCM 12. ഇനി 4നെ ഏത് കൊണ്ട് ഗുണിച്ചാലാ 12 ആവുക? 4 × 3. 12 × 1 അല്ലെ? ആർക്കെങ്കിലും 2 ഉണ്ടോ? ഉണ്ടോ? ഇല്ല. 12 × 1. 3 + 1 4. 12 / 4 എത്ര വരാ? 3. ഓക്കെ. ഓക്കെ അല്ലേ? എന്നെ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടോ? നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താണെ അവിടെ പരസ്പരം. ആർക്കെങ്കിലും സംശയം ഉണ്ടേ? കാരണം ഇനി ഇതിന്റെ ഹയർ ലെവലിലേക്കാണ് നമുക്ക് പോവാല്ലേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കാം. അപ്പോ ഒരു ജോലി 2 പേർക്ക് തന്നപ്പോ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇനി നമുക്ക് എന്താണ്? 3 ആൾക്കാര്. ഇപ്പൊ 2 ആൾക്കാരാണ്. അടുത്ത ഇനി 3 ആൾക്കാർ വന്നാ എന്താ ചെയ്യാൻ നോക്കാം. സെയിം പ്രോസസ് തന്നെയാണ്. എന്ത് മാത്രമേ ഉള്ളൂ? LCM കാണുമ്പോ എത്ര ആളത് കാണണം? 3 ആൾ LCM കാണണം എന്നില്ല, ഒറ്റ മാറ്റുള്ളൂ. വേറെ ഒരു ചേഞ്ചും ഇല്ല. 3 തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടും വേണം. A ഒരു ജോലി 4 ദിവസം കൊണ്ടും, B അതേ ജോലി 6 ദിവസം കൊണ്ടും, C 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. സിമ്പിൾ ആണ്. 3 പേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? 2 days. ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോളിട്ടോ. ഇനി ഏതൊക്കെയാണ്? A എത്ര ദിവസ? 4, B 6, C 12. ഇതിന്റെ 3ന്റെ എന്ത് കാണണം? LCM എത്ര വരാ?
3ന്റെ LCM എത്രയാണ്? 12. 12/6 കറക്റ്റ് ആൻസർ ഇല്ലേ? 12 ആയിരിക്കണം 4ഉം കറക്റ്റ് ആൻസർ ഇല്ലേ? അപ്പൊ ഏതാണ് LCM? 12. അപ്പൊ എവിടുന്ന് എന്തെടുത്തു? 12 എടുത്തു. ഇനി എന്ത് ചെയ്യാ? 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 12 ആവും നോക്കാം. 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 12 ആവും. അപ്പൊ 4 × 3 6 × 2 12 × 1 ഒക്കെ എന്താണ്? 12 ആയി. ഇനി ഇതൊക്കെ കൂട്ടുക പ്ലസ് പ്ലസ്. അപ്പൊ എത്ര വരാ? 3 + 2 5 5 + 1 6. ഈ 6ന് നേരെ ഇവിടെ കൊടുക്കുക. എത്രയാണ്? 12/6. എത്ര വരാ? 2 days. ചോദ്യം എത്ര എഴുതൊന്നും വേണ്ടട്ടോ. അടുത്ത ചോദ്യം മുതൽ എന്ത് എഴുതിയാൽ മതി? A B C A + B + C എത്രാന്ന് ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതിയാൽ മതി? A ഇത്ര ദിവസം കൊണ്ട്, B ഇത്ര ദിവസം കൊണ്ട്, C ഇത്ര ദിവസം കൊണ്ട്, A + B + C = എത്ര? അത്ര മതി ചോദ്യം. ഇതൊക്കെ പാടെ എഴുതണമെങ്കിൽ എന്താണ്? നല്ല സമയം എടുക്കും. അപ്പൊ എന്ത് ചെയ്യാ? ചുരുക്കുക, ഷോർട്ടാക്കുക. അത്ര എഴുതണുള്ളല്ലോ. കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഹയർ ലെവല് ഇതാണ്, ഒരുമിച്ച് വരുന്നത്. ഇത് നമ്മൾ ഷോർട്ട് ആക്കിയതാണ്. ഇനി ഇതിൽ എന്താ വെച്ചാൽ ഒരാൾ വന്ന് ഒരാൾ പോകണുണ്ട്. അത് നമുക്ക് ഇത് 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവിടേക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യന് ഇതാട്ടോ, ഇവിടെ ഇതുണ്ട്. A 12 8 24 A + B + C എത്ര? ഇതാട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ? 12 B 8 C 24 A + B + C എത്ര? B 8 C 24. ഓക്കെ, കഴിഞ്ഞില്ലേ? ആൻസർ കിട്ടിയില്ല എല്ലാവർക്കും? A എത്ര ദിവസം കൊണ്ടാ പറഞ്ഞേ? 12 B 8 C 24. ഇത് 3 അല്ലേ? ഇനി 3ന്റെ LCM എത്ര വരാ? ഇതിനൊക്കെ LCM എത്ര? ഇതിന്റെ 3ന്റെ LCM എത്ര? 24 അല്ലേ? 24/8 ആൻസർ ഉണ്ട്. 24 ഇങ്ങനെ നോക്കിയാൽ മതി. 24 ആയിരിക്കണം 8 സമയം എത്ര? 3. അത് ശരിയാണ്. ഇനി 24/12 നോക്കുക. 24 ആയിരിക്കണം 12 സമം 2. രണ്ടും ശരിയല്ലേ? അപ്പൊ LCM എത്രയാണ്? 24. അപ്പൊ LCM 24. ഇനി എന്ത് ചെയ്യാ? 12 ഗുണിക്കണം. ഇതൊക്കെ 12നെ എത്ര ഗുണിച്ചാൽ 24 ആവും? 2. 12 × 2 24 ആണ്. 8നെ ഏതായിട്ട് ഗുണിക്കണം? 3. 4നെ 24നെ 1. 24 × 1 24 ആണ്. ഇനി ഇതൊക്കെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടുക. പ്ലസ് പ്ലസ് 2 3 5 1 6. 24/6 സമം എത്ര? 4 6 24 അല്ലേ? ഇതന്നല്ലേ? ഇത് ശരിയായാലും ആരൊക്കെ? ഇതിന്റെ ആൻസർ ശരിയായത് ആരൊക്കെ? ഓക്കെ, അടുത്ത ഇതിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വീണ്ടും അപ്ഡേഷൻ ആണ്. അതിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്ഡേഷൻ വരും. പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ സമയമല്ല. അപ്ഡേഷൻ പെട്ടെന്ന് നടത്തും. എയും ബിയും തീർക്കും. ബി ഒറ്റക്ക് അതേ ജോലി 18 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എങ്കിൽ എയും ബിയും ഒരുമിച്ച് ഒരു ജോലി 12 ദിവസം കൊണ്ട്, രണ്ടാളും ഒപ്പം ചെയ്ത എയും ബിയും. ഇനി ബി ഒറ്റക്കാണ് ചെയ്യണ വെച്ചാൽ 18 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എങ്കിൽ എ ഒറ്റക്ക് എത്ര ദിവസം കൊണ്ടാ തീരുക?
12 ദിവസം. ബി ഒറ്റക്കാണെങ്കിൽ 18 ദിവസം. അങ്ങനെയാണെങ്കിൽ എ ഒറ്റക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 12 ദിവസം. ബി ഒറ്റക്കാണെങ്കിൽ 18 ദിവസം. എ ഒറ്റക്കാണെങ്കിൽ എത്ര ദിവസം വേണം? ഉറപ്പിച്ചോ? എയും ബിയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 12 ദിവസം കൊണ്ട് തീരും. ബി ഒറ്റക്കാണ് ചെയ്യണമെന്ന് വെച്ചാൽ 18 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ എ ഒറ്റക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? ഞാൻ ആൻസർ എഴുതി തരാം. ഫസ്റ്റ് ഇത് എയും ബിയും അല്ലേ? എയും ബിയും എ പ്ലസ് ബി അതല്ലേ? എയും ബിയും എത്ര ദിവസം കൊണ്ടാ? 12. ബി ഒറ്റക്കോ? 18 അല്ലേ? പതിനെട്ട് അല്ലേ? എയും ബിയും ഒരു ജോലി 12. അത് നമ്മൾ എങ്ങനെ എഴുതി? എ പ്ലസ് ബി 12. ബി ഒറ്റക്ക് അറിയുമ്പോ 18. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടില്ലേ? എ ഒറ്റക്ക് അല്ലേ? എ ഒറ്റക്ക് എത്ര എന്നുള്ളതാണ് കാണണ്ടത്. എന്ത് ചെയ്താൽ മതി? ഇതിന്ന് ഇത് മൈനസ് ചെയ്താ പോരെ? എ പ്ലസ് ബി മൈനസ് ബി ചെയ്താ പോരെ അല്ലേ? ഈ സംഖ്യന്ന് ഇത് കുറച്ചാ ഇത് കിട്ടൂലേ? 36 ദിവസം കറക്റ്റാ. അപ്പൊ നമ്മൾ കുറക്കണ എങ്ങനെയാണ്? LCM വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. പ്ലസിന്റെ പകരം എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. പ്ലസ് മാത്രം മൈനസ് ആവും. നേരെ രണ്ട് സംഖ്യ എടുക്കുക, LCM എടുക്കുക. 18 ഇതിന്റെ LCM എത്ര വരിക? 36. LCM 36. 18നെ ഏതായിട്ട് ഗുണിക്കണം? 2. 12നെ 3. രണ്ടും കൂട്ടണീന്റെ പകരം ഇവിടെ എന്താ വരിക? മൈനസ് ആണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാ? 3 മൈനസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ്? മൈനസ് ആണ്. എ പ്ലസ് ബി ഇവിടെ മൈനസ് ആണ്. ഓക്കെ, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്താണ്? 3 മൈനസ് 2 സമയം എത്ര? 1. എന്താണ് ബ്രാക്കറ്റിൽ ഇതാ? 3 മൈനസ് 1 എത്ര കിട്ടി? 1. ഈ 1നെ നേരെ എടുക്കുക, ഇവിടെ കിട്ടുക. 36/1 സമം ഇവിടെ സൈന് ശ്രദ്ധിക്കണം കേട്ടോ, മൈനസ് ആണ് എന്നുള്ളത്. ഇല്ലല്ലോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്താൽ മതി? രണ്ടാള് ഒരുമിച്ച് ചെയ്തിട്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? നേരെ മൈനസ് ചെയ്താൽ മതി. ഇവിടെ മാത്രമേ സ്റ്റെപ്പ് വ്യത്യാസമുള്ളൂ കേട്ടോ. മൈനസ് എന്നുള്ള മാത്രം മാറ്റുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യൂലേ? എഴുതും? ചെയ്യാം. ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം അല്ലേ? എയും ബിയും ചേർന്ന്. ഇനി ഇത്ര ഇതായിട്ടൊന്നും വേണ്ടല്ലോ ക്വസ്റ്റ്യന്. നമ്പർ ഇട്ടാ പോരെ? എയും ബിയും ചേർന്ന് ഒരു ജോലി 4 ദിവസം കൊണ്ട്. എയും ബിയും ചേർന്ന് ഒരു ജോലി 4 ദിവസം കൊണ്ട്. ബി മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ടാ ചെയ്യണേ? 12 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? ആൻസർ കിട്ടിയോ? 6. കറക്റ്റ് ആണ്. എങ്ങനെ ചെയ്യാം? ഇനി ഇവിടെ നോക്കിക്കോളിടോ. ഇവിടെ ശ്രദ്ധിക്കാം. എ ബി എത്ര ദിവസം? 4. ബി 12. രണ്ടിന്റെ എന്താ വേണ്ടത്? LCM എത്രയാണ്? 12. കാരണം 12 ഹരിക്കണം 4. ആൻസർ ഇല്ലേ? 3 ഇല്ലേ? അപ്പൊ ഈ 4നെ ഏതുകൊണ്ട് ഗുണിച്ചാ 12 ആവും? 4 × 3. 4 × 3 12. 12 × 1 12. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇത് എന്താ വേണ്ടത്?
ഇവിടെ എപ്പോഴും ഇങ്ങനെ വരുമ്പോ എന്താണ് മൈനസ്. അപ്പൊ എ പ്ലസ് ബി മൈനസ് ബി അല്ലേ? അതായത് എ പ്ലസ് ബി മൈനസ് ബി സമം എന്ത് കിട്ടും? എ അല്ലേ? എ പ്ലസ് ബിന്ന് ബി കുറച്ച് കഴിഞ്ഞാൽ എന്തിനെ കിട്ടും? എ കിട്ടും. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ എത്രയാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പൊ 3 മൈനസ് 1 സമം എത്ര വരിക? 3 മൈനസ് 1 സമം 2. ഈ 2 നേരം ഇട്ട് കൊടുക്കുക. 12/2 സമം 6. എഴുതിക്കോളി. ലാസ്റ്റത്തെ എയും ബിയും കൂടി 12 ദിവസം കൊണ്ടും 12 ദിവസം. ബി അതേ ജോലി 24 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എ ഒറ്റക്ക്. എത്ര? എയും ബിയും 12 ദിവസം. ബി ഒറ്റക്കാണെങ്കിൽ 24 ദിവസം. അങ്ങനെയാണെങ്കിൽ എ ഒറ്റക്ക് എത്ര ദിവസമാക്കണം? 12 24. LCM എത്ര? 24. 12നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ 24 ആവാം? 2. 24നെ 1. ഇത് മൈനസ് സി അല്ലേ? അപ്പൊ 2 മൈനസ് 1 എത്ര വരാ? 1. ഈ 1നെ നേരെ ഇവിടെ കൊടുക്കുക. 24/1 സമം 24. ശരി, എല്ലായിടത്തും ശരിയായി. ഈ അഭാജ്യ സംഖ്യകൾ എന്താണെന്നറിയോ? ഒറ്റ സംഖ്യ അല്ല, അഭാജ്യം പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യയില് ചെറുത് 2. 3 5 7 കഴിഞ്ഞ 11. 9 ഉണ്ടോ? 9 ഉണ്ടോ? തെറ്റാണ്. എന്തുകൊണ്ടാ? 3 × 3 എത്ര വരും? 9 വരും. അതുകൊണ്ട് എന്ത് വരില്ല? അഭാജ്യ സംഖ്യ ആവില്ല. ഇതിനൊക്കെ എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 2 × 1. ഇവിടെ 3 × 1, 5 × 1, 7 × 1. ഇവിടെ എങ്ങനെ എഴുതാം? 1 × 9. ഇവിടെ കണ്ടോ 2 എണ്ണം വന്നു. 2 എണ്ണം വന്നു കഴിഞ്ഞാൽ എന്താവൂല? അഭാജ്യ സംഖ്യ ആവൂല. അപ്പൊ 9 ഇല്ല. അടുത്തത് എത്ര? ഏത് തന്നെ? 11, 13, 15 ഉണ്ടോ? 15 ഉണ്ടോ? ഇല്ല, തെറ്റാണ്. കാരണം എന്താ? 3 × 5 വരുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ വരാൻ പാടില്ല. കാരണം 1 × 15 എന്ന് എഴുതാ, 3 × 15 എന്ന് എഴുതാ. 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. 15 കഴിഞ്ഞാ പിന്നെ 17, 17 കഴിഞ്ഞാ 19, 19 കഴിഞ്ഞാലോ 23. 21 ഇല്ലല്ലോ? ഇല്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട്? ആൻസർ കിട്ടി. എങ്ങനെ കിട്ടി? കാണാതെ പഠിച്ചു. ഓക്കെ. 1 മുതൽ 75. ആൻസർ ഇവിടെ പറഞ്ഞു 25. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് അറിയണ്ടേ. ഒരു നമ്പർ എന്നാ പഠിക്കോ? ഒരു ഫോൺ നമ്പറൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? അറിയില്ലേ? ഞാനൊരു നമ്പർ തരാം, പഠിക്കൂലേ? ഉറപ്പാ? എന്നാ പഠിച്ചോളിട്ടോ. 4 4 2 2 3 2 2 3 2 1. 4 4 2 2 3 2 2 3 2 1. ഒന്നുകൂടി പറഞ്ഞതാണ്. 4 4 2 2 3 2 2 3 2 1. ഒരു 10 അക്ക മൊബൈൽ നമ്പർ അല്ലേ? പഠിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കിട്ടുണ്ടോ? 4 4 2 2 3 2 2 3 2 1. 4 4 2 2 3 2 2 3 2 1 അല്ലേ? ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയാൽ മതി. 4 4 പിന്നെ 2 2 3 2 2 3 2 1 2 1. സിമ്പിൾ അല്ലേ? 4 4 2 2 3 2 2 3 2 1. പഠിഞ്ഞു? എല്ലാവർക്കും പഠിഞ്ഞില്ലേ? ഇത് മൊത്തം കൂട്ടിയാൽ മതി. അഭാജ്യ, ഇത് അഭാജ്യ സംഖ്യയാണ്. നിങ്ങൾ ഇത് എഴുതിയില്ലേ? ഹെഡിങ് എഴുതി അഭാജ്യ സംഖ്യന്ന്. ഇനി ഞാൻ നോട്ട് തരാം. 4 2 2 3 2 2 3
2 1. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? 4 എന്ന് പറഞ്ഞാല് 1 മുതൽ 10 വരെ. 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 4 എണ്ണം. ഏതൊക്കെയാണത്? 2 3 5 7. ഓക്കെ, ഇനി 4 എന്ന് പറഞ്ഞാല് 10 to 20. ഏതൊക്കെയാണ്? 11 13 17 19. അടുത്തത് 20 to 30. ഏതൊക്കെ? 2 എണ്ണം ഉള്ളൂ. 23 27 ഇല്ല, 29. അടുത്തത് ഇവിടെ 30 to 40. ഏതാ? 2 എണ്ണം ഉള്ളൂ. ഏതാണ്? 31 39 പറ്റുമോ? പറ്റൂല. 37. കാരണം 39 3ന്റെ ഗുണിതാണ്. അടുത്തത് 40 to 50. ഏതാ വരിക? 3 എണ്ണം ഉണ്ട്. 41 ഇല്ലേ? ആ, പിന്നെ 43. പിന്നെ 45 പറ്റുമോ? ഇല്ല. 47 പറ്റുമോ? ആ, 49 പറ്റൂല. അതുകൊണ്ട് 47 എന്തായാലും പറ്റും, കാരണം 3 എണ്ണം അല്ലേ. ഇനി ബാക്കി ഇവിടെ അല്ല, 49. ആ, 47. 50 to 60. ഇതിങ്ങനെ പോന്നിട്ട് ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി പോവുക. 60 to 70. ഇവിടെ 70 to 80. 80 to 90. ഇവിടെ 90 to 100. ഇതേതാ? 90ന്റെയും 100ന്റെയും അടിയിൽ ആകെ ഒറ്റ സംഖ്യ ഉള്ളൂ. കണ്ടോ? 90ന്റെയും 100ന്റെയും അടിയിൽ ആകെ ഒറ്റ സംഖ്യ ഉള്ളൂ. ഏതാ? 93 അല്ല, 99 അല്ല, 3ന്റെ ഗുണിതാ. 91 അല്ല, 3ന്റെ ഗുണിതാ. ആ, 97. 97. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂട്ടോ, ഓഡ് 1 ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഒറ്റപ്പെട്ടത് എഴുതാൻ പറയും. ഒക്കെ 91 93 95 97 ഒറ്റപ്പെട്ടത് ഏതാന്നുണ്ടാവും. അപ്പൊ ഏതാണ്? അതിനാണ് ഈ അഭാജ്യ സംഖ്യകൾ എപ്പോഴും നമുക്ക് അറിയണം. ഓഡ് 1 ഔട്ട് എഴുതാണ്ടാവും PSന്റെ ക്വസ്റ്റ്യനിൽ, ഒറ്റപ്പെട്ടത് എടുത്ത് എഴുതാന്. അതിനാണ് എന്താ അറിയണേ? ഇതറിയണേ. ഇത് പഠിക്കാൻ ഏറ്റവും സുഖം എന്താണ്? ഇനി ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്രയെന്നില്ല കിട്ടണമെങ്കിൽ ഇവിടെ കിട്ടും. ഇത് മൊത്തം കൂട്ടിയാൽ മതി. 4 + 4 + 4 8 8 2 12 15 17 19 21 23 25. ടോട്ടൽ എത്ര വരും? 25. ടോട്ടൽ എത്ര ഉണ്ട്? 25. എത്രയുടെ അടിയിൽ? 1 to 100. 1 മുതൽ 100 വരെ എത്ര സംഖ്യകളാണ് ടോട്ടൽ ഉള്ളത്? 25 എണ്ണം. അപ്പൊ ഈ നമ്പർ പഠിക്കാം. ഇനി എത്ര വരെ? ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചോദിക്കും? 1 മുതൽ 20 വരെ ചോദിക്കും. അപ്പൊ ഇത് മാത്രം കൂട്ടിയാൽ മതി, ഫസ്റ്റത്തെ 3 എണ്ണം. ചിലപ്പോ 1 മുതൽ 50 വരെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഉള്ളത് മാത്രം കൂട്ടിയാല് മതി. ഓക്കെ, അപ്പൊ ഏത് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാം? ഇതിന്റെ അടിയിൽ നമുക്ക് കിട്ടും. ആ, 4 4 2 2 3 2 2 3 2 1. അത് പഠിക്കാൻ സുഖം എന്താണ്? 4 4 2 2 3 2 2 3 2 1. ആ ഒരു ഫ്ലോയിലാണ് ആക്കിയാൽ മതി. ഒന്നുകൂടി പറഞ്ഞോക്കാണ്. 4 4 2 2 3 2 2 3 2 1. റെഡി അല്ലേ? കിട്ടൂലേ?